അനീഷും നമ്മുടെ ബിന്നിയുമായിട്ട് എന്താണ് കിച്ചണിൽ പ്രശ്നം നടന്നത്, അതുപോലെ തന്നെ അപ്പാനി ഗ്രൂപ്പും അനുമോളും തമ്മിൽ എന്താണ് രാവിലെ വഴക്കും അതുപോലെ തന്നെയുള്ള കോലാഹലങ്ങളൊക്കെ എന്താണ് നടന്നത് നമുക്ക് നോക്കാം. അപ്പോൾ രാവിലെ 10:24 വരെയുള്ള ലൈവ് അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ രാവിലെ എന്തായിരുന്നു കിച്ചണിൽ രാവിലെ അനീഷും ബിന്നിയുമായിട്ട് ഒരു യുദ്ധം തന്നെ ആയിരുന്നു. ആദ്യം ബിന്നിയാണെങ്കിൽ ചൊറിയാനാണ്, അനീഷിനെ ചൊറിയാൻ ചെന്നതാണ്. പക്ഷേ അനീഷിനെ ചൊറിഞ്ഞാൽ അനീഷ് മാന്തി വിടുന്നതാണ്. ആകപ്പാട് അനീഷ് തന്നെ ഒരു ചൊറിയാണ്. അപ്പോൾ ആ അനീഷിനെ ചൊറിയാൻ ചെന്നാലുള്ള അവസ്ഥ എന്താണ്? അനീഷ് ഉറപ്പായിട്ടും മാന്തി വിട്ട് കാണും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാന്തി തന്നെ വിട്ടു. മാന്തി ചെറിയ മാന്തല്ല. ബിന്നി എന്താ പറയുക, ബൂമറാങ് പോലെ അടിക്കാൻ ചെന്ന് തിരിച്ചടി കൊണ്ടില്ല, വടി കൊടുത്തടി വാങ്ങിക്കാന്നല്ല, അതുപോലെ തന്നെയാണ് ബിന്നിക്ക് സംഭവിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കിച്ചണിൽ ചെന്നപ്പോൾ അനീഷ് ചെന്നപ്പോൾ നിറച്ച് ഉറുമ്പാണ്. അപ്പോൾ ഉറുമ്പെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഉറുമ്പ്? ഒന്നുകിൽ ഫ്ലോർ ടീമിൻ്റെ കുഴപ്പം അല്ലെങ്കിൽ വെസൽ ടീമിൻ്റെ കുഴപ്പം. അവർ ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഉറുമ്പ് വരുന്നത്. അപ്പം കഴിഞ്ഞ സീസണുകളിലെ പോലെ കഴിഞ്ഞ സീസണിൽ കിച്ചൺ എന്ന് പറഞ്ഞാൽ കിച്ചൻ്റെ കുക്കിംഗ് കാര്യങ്ങൾ സെർവിങ് ഇതായിരുന്നു കുക്കിംഗ് ടീമിൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ള എല്ലാ വെസൽ ടീമിൻ്റെയും അതുപോലെ തന്നെ ഫ്ലോർ ടീമിൻ്റെയും ജോലിയായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവിടെ ഇത്തിരി മുളക് പൊടി അഥവാ ഉപ്പ് പൊടിയൊക്കെ പാതകത്തിൽ വീണ് കഴിഞ്ഞാൽ കുക്കിംഗ് ടീമിനെ ചീത്ത വിളിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. 2 ദിവസം മുമ്പ് അപ്പാനി വന്നിരുന്ന് അനീഷിനെ കുറേ ചീത്ത പറഞ്ഞു, നീ ഉപ്പും മുളകും ഒക്കെ പാതകത്തിലാണോടെ വേറുന്നത്, മറ്റേതാണ് മറിച്ചാണ് ഒക്കെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ, ഞാൻ കുക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് പറയുന്നത്, 10-60 പേർക്ക് രാവിലെ ഫുഡ് ഉണ്ടാക്കുന്ന, രാവിലെ ഉച്ചയൂണ് ഉണ്ടാക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇച്ചിരിയൊക്കെ അവിടെ ഇവിടെയൊക്കെ വീഴും. അത് സ്വാഭാവികമാണ്. അത് ക്ലീൻ ചെയ്യേണ്ടത് ഒന്നിൽ വെസൽ ടീമിൻ്റെ ജോലിയാണ്, താഴെ വീണാൽ ഫ്ലോർ ടീം ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഇതുവരെയുള്ള സീസണിൽ കണ്ടത്. ഇവിടെ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ക്യാപ്റ്റൻ വളരെ മോശമാണ് ഉള്ളത് പറയാമല്ലോ. ഷാനവാസ് എന്ന് പറയുന്ന ആ ക്യാപ്റ്റൻസ് അയാൾ ഗ്രൂപ്പ് കളിക്കുകയാണ്. പോയിട്ട് ഗ്രൂപ്പുമായിട്ടിരുന്ന് രാവിലെ പാട്ട് പാടുന്നേക്കണ്ട, അത് പിന്നീട് വരാം, അടുത്ത സെഗ്മെൻ്റായിട്ട് നമുക്ക് വരാം. അപ്പോൾ രാവിലെ അങ്ങനെ അനീഷിനെ ചൊറിയാൻ ചെന്നപ്പോൾ അനീഷ് ഉറുമ്പ് കണ്ടുകൊണ്ട് ഒരു ചൂലെടുത്ത് അവിടെ തൂത്തു, യാതൊന്നും പറയാൻ തൂത്തു. അപ്പോൾ ബിന്നി ഓടി വന്നിട്ട് അത് ബാത്റൂമിലെ ചൂലാന്ന് പറഞ്ഞു. ഈ ബാത്റൂമിലെ ചൂല് എങ്ങനെയാണ് കിച്ചണിൽ വരുന്നത്? അപ്പോൾ ബാത്റൂമിലെ ചൂലും കിച്ചൻ്റെ ചൂലും എല്ലാം ഒരേ ചൂലാണെന്നാണ് ബിന്നി അവകാശപ്പെടുന്നത്, ആരോപിക്കുകയാണ്. ബാത്റൂമിലെ ചൂലെടുത്ത് താൻ എന്തിനാണോ തൂത്തത്, താൻ എന്തിനാണ് അങ്ങനെ ചെയ്തത്, താൻ വിവരദോഷിയാണ്, വിവരം കിട്ടാൻ അങ്ങനെയൊക്കെ കുറേ ഇങ്ങനെ ചൊറിയാണ്. അപ്പം പിന്നെ ഫുഡിൻ്റെ കാര്യം താൻ പിന്നീട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് എന്താണ് ഞങ്ങളോടെല്ലാം വെയിറ്റ് ചെയ്യാണ്, അതായത് അപ്പോൾ ഈ ഫുഡിൻ്റെ കാര്യത്തിനും എല്ലാം കിച്ചൺ ടീമുമായിട്ട് മിക്കവാറും എല്ലാവരും വഴക്കാണ്. എനിക്കിത് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ഈ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നവരെ ഭയങ്കര ഒരു റെസ്പെക്ട്, സ്നേഹത്തോട് കൂടിയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്. കാരണം ഇവർ വിചാരിക്കുന്നത് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് വഴക്കിൻ്റെ ഒരു ഷോ ആണെന്നാണ്. വഴക്കിട്ടെങ്കിൽ മാത്രമേ കണ്ടന്റ് കിട്ടത്തുള്ളൂ എന്നാണ് ഇത് അവരുടെ മിഥ്യാധാരണയാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ അങ്ങനെ ചൊറിഞ്ഞ് ലാസ്റ്റ് അനീഷിന് ദേഷ്യം വന്നു. അനീഷ് ചോദിച്ചു, ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് നീ എന്നോട് ചോദിച്ചില്ലേ ഫ്ലഷ് ചെയ്തു എന്ന്. പിന്നെ അപ്പം അവൻ പറഞ്ഞു, നീ എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? നിനക്ക് ഹൈജീൻ ഉണ്ടെങ്കിൽ നീ നിന്റെ കാര്യം നിന്റെ വീട്ടിൽ പോയിട്ട് അത് ചോദിച്ചാൽ മതി, എൻ്റെ അടുത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിന്റെ വീട്ടിലാണ് നീ ഹൈജീനൊക്കെ നോക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ എനിക്കും കോമൺ സെൻസ് ഉള്ളവനാണ്, അങ്ങനെ സംസാരിച്ചു. അങ്ങനെ ആദ്യം അത് പിന്നെ എന്താ അങ്ങനെ ബാക്കിയുള്ള ആൾക്കാർക്ക് കണ്ടസ്റ്റന്റുകൾക്കൊന്നും മനസ്സിലായില്ല, ഹൗസ് മേറ്റ്സിനൊന്നും മനസ്സിലായില്ല എന്താണ് സംഭവം. അപ്പോൾ പിന്നെ പറഞ്ഞാൽ ഞാൻ ചോദിക്കും അത് എൻ്റെ കാര്യമാണ്, ഞാൻ ചോദിക്കും. അപ്പോൾ ചോദിച്ചു, ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ബാത്റൂമിൻ്റെ പുറത്ത് നീ നിന്നിട്ട് നീ സൗണ്ട് കേൾക്കുന്നു നോക്കേണ്ട ആവശ്യം എന്താണ്? സത്യമാണ്, അത് എന്തിനാണ് നോക്കുന്നത്? അതൊക്കെ എന്തൊരു ചീപ്പ് പരിപാടിയാണ് അല്ലേ. നമ്മളൊരാൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അയാൾ ഫ്ലഷ് ചെയ്തോ എന്ന് ചോദിക്കാന്ന് പറഞ്ഞാൽ, അതേ ബാത്റൂമിനകത്ത് അയാൾ അറിയാൻ ഞാൻ എൻ്റെ ഹൈജീൻ നോക്കുന്ന ആളാണ്, എനിക്ക് ബാത്റൂമിൽ ഫ്ലഷ് ചെയ്തോ എന്ന് അറിയണം, മറ്റേതാണ് മറിച്ചതാണ്, അങ്ങനെയൊക്കെ കുറേ ഡയലോഗ് അടിച്ച്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ അത് മോശമായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഉടനെ ക്യാപ്റ്റനെ വിളിച്ച് കാണിക്കാം, അയാളെ വിളിച്ച് കാണിക്കാം, കാണിക്കേണ്ടവരെല്ലാം കാണിക്കാം. പക്ഷേ അതിന് അയാൾ ഇറങ്ങി വരുമ്പോൾ അയാളെ ഫോക്കസ് ചെയ്ത് അയാൾ എന്താ പറയുക ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് ഇയാൾ ക്ലീൻ ചെയ്ത് കാണത്തില്ല എന്ന് വിചാരിച്ച് ചോദിച്ചത് വളരെ മോശമായി പോയി എന്നേ നമുക്ക് പറയാൻ പറ്റും. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഭയങ്കര അങ്ങോട്ട് ഷൗട്ടായി. ലാസ്റ്റ് ബിന്നിക്ക് അക്ബർ ഇടപെട്ടു. അക്ബർ പറഞ്ഞു, അത് ചെയ്ത നീ അങ്ങനെ ചോദിച്ചെങ്കിൽ തെറ്റായിപ്പോയി, അത് ഞാൻ 1 മണിക്കൂർ മുമ്പ്, നീ 1 മണിക്കൂറല്ല 2 മണിക്കൂറല്ല, നീ തന്നെയല്ലേ പറഞ്ഞു നീ അത് ചോദിച്ചെങ്കിൽ അത് വളരെ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു. അങ്ങനെ സരിക ഇടപെട്ടു, അങ്ങനെ എല്ലാവരും ഇടപെട്ടു. എന്തായാലും ഒരു നല്ലൊരു കണ്ടന്റ്, ഒരു ചെറുതായിട്ടൊരു ചൊറിയാനാണ് ബിന്നി വന്നത്. പക്ഷേ ബൂമറങ്ങ് പോലെ ബിന്നിക്ക് തന്നെ അത് തിരിച്ചടിച്ചു. വടി കൊടുത്ത് അടി വാങ്ങിക്കുന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല, അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ബിന്നി വടി കൊടുത്ത് അടി വാങ്ങിച്ചു. എന്നിട്ട് ലാസ്റ്റ് ബിന്നി തന്നെ ബാക്കിൽ പോയിരുന്നു. എന്തായാലും അനീഷ് നല്ലതായിട്ട് സ്കോർ ചെയ്തു, നല്ല അടിപൊളിയായിട്ട് വന്നത്. കാരണം അത് വളരെ മോശമാണ്. നമ്മളൊരാൾ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ നീ ഫ്ലഷ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിവരം കെട്ടവെന്ന് ബിന്നി വിളിച്ചു. അപ്പോൾ പറഞ്ഞു, നീയാണ് വിവരം കെട്ടവൾ എന്ന് അയാളും തിരിച്ചു വിളിച്ചു. നീയും ഐഡിയും പൊടിയും അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടൻ പറഞ്ഞാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംബോധന ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുന്നത്. പക്ഷേ വീണ്ടും അവരത് റൂൾസ് എല്ലാം തെറ്റിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും നീയും വെടിയും പൊടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി.
അപ്പോൾ അതൊക്കെ പിന്നെ നമ്മുടെ വയസ്സിന് നോക്കിയാലും ബിന്നിയൊക്കെ വളരെ ചെറിയ ആൾക്കാരാണ്, 26 അല്ലെങ്കിൽ 27 വയസ്സ് കാണുമായിരിക്കും. പക്ഷേ അനീഷിനൊക്കെ 10, 38, 39 വയസ്സുള്ള ഒരാളാണ്. അയാളെയൊക്കെ നീയെന്നൊക്കെ എന്നൊക്കെ കയറി വിളിക്കുന്നത് മോശമാണ്. വിവരം കെട്ടവൻ, വിവരദോഷി എന്നൊക്കെ വിളിക്കുന്നത്. അപ്പാൻ ഇന്നലെ നാറി, പോളാ മുള്ളം പന്നി, നാറി എന്നൊക്കെ വിളിക്കുന്ന കേട്ട്. എന്തായാലും അതൊക്കെ വളരെ മോശമായ ഇടപാടാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നടന്ന തന്നെ അനിമോളും അപ്പാനി ഗ്രൂപ്പും തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. ഫൈറ്റ് എന്നല്ല, അത് പിന്നെ അനിമോള് ഇന്നലെ തൊട്ടേ അനിമോളായിട്ട് കേന്ദ്രിയാണ് അപ്പാനിക്കും അപ്പാനി ഗ്രൂപ്പിനും. കാരണം എന്ന് പറഞ്ഞാൽ അനീഷിന് വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു, അനീഷിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ഇത്. ശൈത്യ അനീഷിന്റെ ഗ്രൂപ്പായിരുന്നല്ലോ. അപ്പോൾ ശൈത്യ ഇന്നലെ കരഞ്ഞ് കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് അനീഷുമായിട്ട് ചേർന്നു. ശൈത്യയ്ക്ക് മനസ്സിലായി അനീഷ് ഇവരെല്ലാവരും ഒറ്റപ്പെടുത്തുവാണ്, അനീഷ് ഒരിക്കലും കുഴപ്പമില്ലാത്ത പേഴ്സണാലിറ്റിയാണെന്ന് മനസ്സിലായി. അത് ശൈത്യ തുറന്ന് പറയുന്നുണ്ട്. അത് അനിമോളോടും പറഞ്ഞു, നമ്മൾ വിചാരിക്കുന്നില്ല അനീഷിനെ ഇവരെല്ലാവരും ഒറ്റപ്പെടുത്തുവാണ്, അയാൾ നല്ല ഗെയിമറാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് കാണും. അപ്പോൾ ആ കൊടുത്തതിൻ്റെ പേരിൽ എന്തായാലും അനിമോൾ നേരത്തെ തന്നെ അനിമോൾ പല പ്രാവശ്യവും അനീഷിന് വെള്ളം എടുത്ത് കൊടുത്തിട്ടുണ്ട്. അവർ തമ്മിൽ ജയിലിൽ കിടന്നപ്പോൾ വഴക്കായിരുന്നെങ്കിലും വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം എടുത്ത് കൊടുത്തതും അനീഷിനെ സപ്പോർട്ട് ചെയ്ത് അപ്പാനി ഗ്രൂപ്പിനും ഇഷ്ടപ്പെട്ടില്ല. അതിനെ ചൊല്ലി രാവിലെ അനിമോൾ അങ്ങോട്ടിടും, അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമല്ലോ. നടക്കുന്നതനുസരിച്ച് അനിമോളും നടന്നു. അപ്പോൾ അനിമോളെ ഇങ്ങനെ പറഞ്ഞു, നീ ധൈര്യം ഉണ്ടെങ്കിൽ അടുത്ത് വന്ന് പറയടി, ഒരു കൈ സ്പേസിൽ നിന്ന് ചുണ്ടനക്കുന്ന എന്തിനാ എന്നൊക്കെ ചോദിച്ചാൽ അപ്പാനി ഇങ്ങനെ ചൊറിയാനായിട്ട് നോക്കി. എന്തായാലും അനിമോൾ വിട്ടുകൊടുത്തില്ല. അനിമോൾ കട്ട കലിപ്പിലായിരുന്നു. അപ്പോൾ അനിമോൾ എന്നിട്ട് ഇന്നലെ തന്നെ പറയും ചെയ്തു, എനിക്ക് എൻ്റെ ദേഷ്യത്തിൻ്റെ എക്സ്ട്രീം ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല, എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ആ ദേഷ്യം കഴിഞ്ഞിട്ടുള്ളൂ, പിന്നെ ഞാനങ്ങ് പിടിച്ച് നിൽക്കുകയാണ്, എനിക്ക് 2 വർഷം കഴിഞ്ഞാൽ ഞാൻ ഫീൽഡ് ഔട്ടും കാര്യങ്ങളൊക്കെ ആയിപ്പോകും, അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് പൈസയൊക്കെ റെഡിയാക്കി എന്തെങ്കിലുമൊക്കെ പരിപാടി തുടങ്ങണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിഗ് ബോസിൽ വന്നത് എന്നൊക്കെ അനിമോൾ പറയുന്നുണ്ട്. എന്തായാലും അനിമോൾ നല്ലതായിട്ട് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട് കേട്ടോ. ലേഡീസിൽ അനിമോളാണ് കളിക്കുന്നത്. ഞാനൊക്കെ വിചാരിച്ചു സരികയൊക്കെ നന്നായിട്ട്, പിന്നെ സരികയൊക്കെ വെറുതെ ഫ്ലോപ്പ്, അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്ന് മൂലയിലിരുന്ന് കുശുമ കുന്നായ്മയും പറയുക എന്നല്ലാതെ ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല. എന്തോ പിന്നെ ഇവരുടെ ഒരു തോന്നലുണ്ട്, ഈ അപ്പാനിക്കും സരികയ്ക്കും അവരെല്ലാം ഭയങ്കര ആർട്ടിസ്റ്റുകളാണ്, മറ്റുള്ളവരെല്ലാം മോശക്കാരാണ്. അപ്പാനിക്ക് അത് മാത്രമാണ്, ഞാൻ വലിയ ആർട്ടിസ്റ്റാണ്, ഞാൻ വലിയ ലാലേട്ടനെക്കാട്ട് വലിയ ആളാണെന്നാണ് പുള്ളിയുടെ വിചാരം. പുള്ളിയുടെ ആ ഭാവവും പഠിതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുള്ളി ലാലേട്ടനെക്കാട്ട് വലിയ ആളാണ്. പുള്ളി അങ്ങാണ്ട് ഒരുപാട് സിനിമയിൽ അഭിനയിച്ചാൽ പുള്ളിക്ക് കാശിട്ട് നമുക്ക് എന്താ വേണം, നമ്മൾ പുള്ളി അവിടെ കളിക്കുക, ആ ഗെയിം മാത്രം കാണുന്നുള്ളൂ. ഇപ്പം അത് രേണു ആയാലും പിന്നെ അനിമോളായാലും ആരായാലും അവിടെ നന്നായിട്ട് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെയായാലും സപ്പോർട്ട് ചെയ്യും. അല്ലാണ്ട് അയാൾ ഇവിടെ നാട്ടിലേതാണ്ട് വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും അതറിയേണ്ട കാര്യമില്ല അല്ലേ, പ്രേക്ഷകർക്ക് അതറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ രേണു നന്നായിട്ട് കളിച്ചാലും രേണു ഇവിടെ എന്താണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. രേണു അവിടെ എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, രേണുവിനെ ഞാൻ പല കാര്യത്തിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ രേണു അവിടെ നന്നായിട്ട് കളിച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. പക്ഷേ രേണു ഇവിടെ കളിക്കുന്നില്ല, രേണു അവിടെ മൂലയ്ക്ക് പോയിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ക്യാമറ വന്നിരുന്ന് കുറേ അഭിനയിച്ച് കാണിക്കുന്നു. റിത്തപ്പനെ വേണ്ടാന്ന് പറഞ്ഞ ആളാ, എന്നിട്ട് റിത്തപ്പ മൂനെ പിന്നെ എല്ലാവരുടെയും രേണുമ്മ, കുഞ്ഞുമക്കളുടെ എല്ലാ രേണുമ്മ ഉമ്മ എന്ന് പറഞ്ഞ എല്ലാ ദിവസവും ക്യാമറയിൽ വന്നിരുന്ന് ആക്ഷൻ കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് തന്നെ എന്തോ ഒരു ഇറിറ്റേഷൻ ആവുന്നു. കഴിഞ്ഞ സീസണിൽ, അങ്ങേ സീസണിൽ ശ്രീരേഖ ഇതേപോലെ കാണിച്ചപ്പോഴും നമുക്ക് ആ ഇറിറ്റേഷൻ വന്നായിരുന്നു. അതുപോലെ രേണു ഇവിടെ കാണിക്കുന്നത്, രേണുവിന് അല്ലാതുള്ള ഒരു ടാസ്കോ കാര്യങ്ങളോ ഒന്നും മര്യാദയ്ക്ക് ഇതുവരെ കളിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എന്ത് ഗെയിം, പിന്നെ ആവശ്യമുള്ള ഇതിനൊന്നും സംസാരിക്കത്തില്ല, ആവശ്യമില്ലാത്തതിന് സ്വന്തമായിട്ടൊരു കാര്യം ഒരു സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതും വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എപ്പോഴും ഒരു ഇതുണ്ട്, ഞാൻ ഫ്ലവർ അല്ലടാ ഫയറാണ്, ഇവിടുന്ന് PR ഗ്രൂപ്പ് പഠിപ്പിച്ച് വിട്ടതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അത് ഒരു കൃത്രിമത്വം, നമ്മളിപ്പോൾ ഒരു ചെയ്യുമ്പോൾ അതിനകത്ത് കൃത്രിമത്വം ഇല്ലാതെ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അത് നമ്മളുടെ ഒരു വിമർശനം, പക്ഷേ അത് നന്നായിട്ട് ചെയ്യട്ടെ, നല്ലതായിട്ട് കളിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോഴും ഞാൻ പറയുന്നുള്ളൂ. വിമർശിക്കും, അതൊക്കെ വിമർശനം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിമർശിക്കും. അത് അനിമോളെയാലും വിമർശിക്കും, അനിമോളെയും ഞാൻ വിമർശിച്ചിട്ടുണ്ട് ഒരു ഇതിൽ, ഇത് ആരെയാലും വിമർശിക്കും. അപ്പോൾ ഇതാണ് കാര്യം. രാവിലെ അനിമോളും എന്തായാലും അപ്പാനി ഗ്രൂപ്പും തമ്മിൽ കുറേ ഫൈറ്റ്. അത് അപ്പാനി എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പാനി, ഷാനവാസ്, അതുപോലെ തന്നെ അക്ബർ ഒക്കെ, പിന്നെ ആരും അവിടെ നിന്ന് മാറി. അപ്പോൾ അവരിങ്ങനെ ഒരു സിനിമാറ്റിക് പോലെ, ഒരു ഡ്രമാറ്റിക് പോലെ കാണിക്കുന്നു. പിന്നെ എപ്പോഴും ഒരു അപ്പാനിക്ക് ഏറ്റവും കൂടുതൽ അപ്പാനിക്കും രേണുവിനുമാണ് ഉള്ളത് ക്യാമറയിൽ നോക്കി സംസാരിക്കും. എപ്പോഴും ക്യാമറയിൽ വന്നിരുന്ന മൈക്കും കൂടി പിടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും. ഇവർ മൈക്ക് പിടിച്ചില്ലെങ്കിൽ എന്താ നമ്മൾ കേൾക്കത്തില്ലേ, അപ്പം മൈക്ക് കൂടി പിടിച്ചിട്ട് എന്നിട്ട് ചോദിക്കുന്നത്, നമ്മളെല്ലാം ആർട്ടിസ്റ്റുകളല്ലേ, നമുക്കറിയത്തില്ല എവിടെയൊക്കെയാണ് ക്യാമറ ഇരിക്കുന്നത്. അപ്പം അപ്പാനിയാണെങ്കിൽ സകല പ്രാവശ്യവും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ക്യാമറയിൽ നോക്കുവാണ്, ക്യാമറയിൽ നോക്കിയിട്ട് ക്യാമറ ഉള്ളിടം നോക്കി വന്നിരുന്ന് സംസാരിക്കുകയാണ്. ഇത് ലൈവിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുണ്ട്. അത് അപ്പാനിക്ക് നെഗറ്റീവാണ് വരുന്നത്. എന്നിട്ട് പറയുന്നത്, ഞാനിവിടെ വലിയ ആർട്ടിസ്റ്റായിട്ട് ഞാനിവിടെ വല്ല അഭിനയിക്കുന്നോ, ഞാനിവിടെ അങ്ങ് ജീവിക്കുമല്ലോ. യഥാർത്ഥത്തിൽ അപ്പാനിക്ക് അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. ആ അഭിനയമാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തത്. നമ്മളൊരു സ്ഥലത്ത് പോയാൽ നമ്മൾ എന്താണോ അതങ്ങ് കാണിച്ചാൽ മതി. ദേഷ്യമായാലും ഇമോഷണലി എന്തായാലും ഇഷ്ടപ്പെടുന്നെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടട്ടെ. റിയാലിറ്റി കാണുമ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടട്ടെ. നമ്മുടെ യഥാർത്ഥ ക്യാരക്ടറോട് കാണിച്ച പ്രശ്നം കഴിഞ്ഞു, ആ ക്യാരക്ടറാണ് പ്രധാനം. പിന്നെ അല്ലെങ്കിൽ അത് അത്ര നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചോണ്ടോ, ഇത് മനസ്സിലാക്കിയിട്ടില്ല, പഠിച്ചിട്ടുമില്ല. ബിഗ് ബോസ് ഷോ എന്താന്ന് പോലും അറിയാത്ത കുറേ ആൾക്കാരാണ് ഇപ്പോൾ പോയേക്കുന്നത്. ഞാൻ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. നമുക്ക് അത് കാണുമ്പോൾ ഉണ്ടാകുന്ന വിഷമം കൊണ്ടാണ്. അപ്പാനിയൊക്കെ നമുക്ക് നന്നായിട്ട് കളിക്കുമെന്ന് വിചാരിച്ചു പോയതാണ്, വെറുതെ ഫ്ലോപ്പ്. ഇപ്പം തന്നെ ഈ ആഴ്ച തന്നെ പുറത്താവാതിരുന്ന ഭാഗ്യം.
അപ്പോൾ എന്തായാലും ശൈത്യ കുഴപ്പമില്ലാതെ കയറുന്നുണ്ട്. കാരണം ശൈത്യക്ക് കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ശാരികയും പിന്നെ ഉണിയലും പുറത്തേക്ക് പോയിരിക്കണം. അവരെക്കുറിച്ച് ഒരു വിവരമില്ല, ഇതുവരെ അവരെക്കുറിച്ച് ഒരു വിവരമില്ല. പിന്നീട് ഇപ്പം ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു റിഹേഴ്സലുണ്ട്, നമ്മളെ കുറേ നല്ല ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഉപ്പുമുളയിലെ ബിജുചേട്ടൻ, ബിജു സോപാനം, ബിജുചേട്ടൻ അവരെല്ലാവരോടുള്ള ഒരു നാടകം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആ നാടകത്തിൻ്റെ റിഹേഴ്സലാണ് രാവിലെ 10:30 മണി 11 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ. ഞാൻ ഇടയ്ക്ക് ലൈവ് കണ്ടിട്ട് ഞാൻ വൈകുന്നേരം വന്നതിന് ശേഷം അപ്ഡേഷൻ ഇടുന്നെങ്കിൽ രാത്രി എൻ്റെ ലൈവ് അപ്ഡേഷൻസ് ഞാനായിട്ട് വരാം. അപ്പം നിങ്ങൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമ്മളാരെയും പേഴ്സണലായിട്ട് വിഷമിപ്പിക്കാൻ വേണ്ടി, ദേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ബിഗ് ബോസ് ഷോയിലെ ഗെയിം എന്താണോ അത് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ആർക്കും വേണ്ടി പറയുന്ന ഒരാളാ. നല്ലത് കണ്ടാൽ നല്ലത് പറയും, ചീത്ത കണ്ടാൽ ചീത്ത പറയും. രേണുവിനെ പറയുന്ന രേണു ഭയങ്കരമായിട്ട് നുണ പറയുന്നതുകൊണ്ടാണ്. ഒരു കള്ളം പറയുന്നത് 1000 കള്ളം പറയുന്നത് അറിയാവുന്ന ആൾക്കാരായതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ വീട് കിട്ടിയതിനെ കുറിച്ച് നമ്മൾ ഓപ്പണായിട്ട് പറയാം. പക്ഷെ ഒരു നല്ലൊരു വീടുള്ള ഒരു വ്യക്തി വീണ്ടും വീട് വെക്കണമെന്ന് ആഗ്രഹിച്ച് അത് പറയുമ്പോൾ നമുക്കതിനെ ഒരു അസ്വാഭാവിക തോന്നും. കാരണം വീടില്ലാത്ത ഒരുപാട് ലക്ഷോപലക്ഷം സ്ത്രീകൾ, പാവപ്പെട്ട സ്ത്രീകൾ പിന്നെ ഇവിടെ ഉണ്ട്. വിധവ, അവർ കല്യാണം കഴിച്ച് ഭർത്താവുമായിട്ട് ജീവിച്ചിട്ടല്ലേ അവർ, അങ്ങനെ മരിച്ചപ്പോഴല്ലേ അവർ വിധവയായത്. ഇത് ഭർത്താവ് കല്യാണം കഴിച്ച് 1 വർഷം ആവുന്നതിന് ഭർത്താവിൻ്റെ ക്രൂരതകൾ വർഷങ്ങളോളം സഹിച്ചിട്ട് വേണ്ടാന്ന് വെച്ച് ഒറ്റയ്ക്ക് മക്കളെയും കൊണ്ട് ജീവിക്കുന്ന സ്ത്രീകളുള്ള നാടാണിത്. അപ്പോൾ അതുകൊണ്ട് ഈ വിധവാ പരിവേഷത്തിന്, വിക്ടിം കാർഡിനോ ഒന്നും ഇതിനൊരു പ്രസക്തിയില്ല. നല്ലതായിട്ട് കളിച്ചാൽ നല്ലതായിട്ട് ഷോയിൽ പോകാം. പിന്നെ ബിഗ് ബോസ് ഷോയിൽ പോയത് കൊണ്ട് വലിയ ആളാണെന്ന് വിചാരിക്കാതെ ഏത് മനുഷ്യനെ നെഗറ്റീവ് ഉണ്ടാക്കി. നാളെ തൊട്ട് നമ്മളൊക്കെ തുണി പറിച്ചെറിഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് അതിനെക്കാട്ട് മുന്നേ ബിഗ് ബോസ് ഈ വർഷമേ വിളിക്കും, വൈൽഡ് കാർഡായിട്ട് വിളിക്കും. 10 ദിവസം ഒരു 10 ദിവസം നമ്മൾ പകുതി ഹാഫ് തുണി എടുത്തിട്ട് പിന്നെ ഇങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങേയറ്റത്തെ വൈറലായി നമ്മളത് ഈ വൈൽഡ് കാർഡായിട്ട് വിളിക്കും. അങ്ങനെയാണ് ഇത്. പിന്നെ ബിഗ് ബോസ് ഷോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ. അല്ലാണ്ട് ഞാൻ വലിയ മഹത്വം കൽക്കരിച്ച് ഞാൻ വലിയ അവാർഡ് നേടിയത് കൊണ്ടൊന്നല്ല ബിഗ് ബോസ് ഷോയിലേക്ക് എല്ലാവരും വിളിക്കുന്നത് കേട്ടോ. ഞാൻ ഇതൊന്നും ചെയ്യാതെ തന്നെ എനിക്ക് 60,000 സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അഡ്വക്കേറ്റ് അനഘ, പോയി നോക്കിയാൽ മതി. അപ്പം വേറെ നല്ല വലുതായിട്ടൊന്നും പറയുകയല്ല. നമ്മളപ്പോൾ അതുകൊണ്ട് ഒരാൾ ഈ ബിഗ് ബോസ് ഷോയിൽ പോയതുകൊണ്ട് അല്ല അയാൾ വലുതായി, അയാൾ നല്ലതായെന്ന് വിചാരിക്കണം. അയാൾ നല്ലതാവട്ടെ, നന്നായിട്ട് ഗെയിം കളിക്കട്ടെ. അവർ കണ്ടസ്റ്റൻ്റ് ആയിട്ട് ഒരു മത്സരാർത്ഥിയായിട്ട് പോയാൽ അവർ ഗെയിം കളിച്ച് നല്ല രീതിയിൽ വരട്ടെ. പക്ഷേ ഈ കള്ളം പറഞ്ഞത് കൊണ്ടാണ്, അഹങ്കാരം കാണിക്കുന്നതും ഭയങ്കരമായി കള്ളം പറയുന്നതുകൊണ്ടും പ്രേക്ഷകരെ പിന്നെ മണ്ടന്മാരാക്കാൻ വേണ്ടി അഭിനയിക്കുന്നത് കൊണ്ടുമാണ് നമുക്ക് ദേഷ്യം വരുന്നത്. അല്ല വേറെ എന്താ പറയുന്ന നമ്മുടെ രേണുവിനോട് നമുക്ക് പേഴ്സണലായിട്ട് യാതൊരു വ്യക്തി വൈരാഗ്യവുമില്ല, യാതൊന്നുമില്ല. പിന്നെ അതിനൊക്കെ ഒരു സിമ്പതിയുമില്ല, 1% പോലും സിമ്പതിയുമില്ല. കാരണം ആ കാറ്റഗറിയിൽ പെടുന്ന ഒരു സ്ത്രീയാണ് ഞാനും. അതുകൊണ്ടാണ് എനിക്ക് സിമ്പതി ചെയ്യാൻ പറ്റാത്തത്. ഞാനും എൻ്റെ മകനെ വളർത്തി വലുതാക്കി ജീവിക്കുന്ന, ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉള്ളൊരു സിമ്പതി ഒന്നുമില്ല. എല്ലാവരും എൻ്റെ കാറ്റഗറിയിൽ പെടുന്നവരാണ് എന്നുള്ളത് നമ്മളൊരു ഈക്വൽ ആയിട്ടാണ് എല്ലാവരെയും കാണുന്നത്. സ്ത്രീ അങ്ങനെ വേണം, അഭിമാനമാണ്, അതിനൊരു സിമ്പതിയല്ല. അങ്ങനെയുള്ള സ്ത്രീകളോട് നമുക്ക് അഭിമാനമാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.